മുത്തങ്ങ സമര കാലഘട്ടത്തിലാണ് ഡയറ്റിൽ ഗസറ്റഡ് അധ്യാപകനായിരുന്ന സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നായിരുന്നു ആരോപണം. 32 ദിവസം സുരേന്ദ്രൻ ജയിലിൽ കിടക്കുകയും പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തു. ഭീകരമായിട്ട് മർദ്ദിക്കുകയും എൻ്റെ ചെവിയുടെ കർണപുടം പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ജലദോഷം പിടിച്ചാൽ ചെവി കേൾക്കാതെ ആവുകയും ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നത്തെ SI ആയിട്ടുള്ള വിശംബരൻ ഊരയ്ക്കൊക്കെ ചവിട്ടിയതുകൊണ്ട് എൻ്റെ കാലിന് തളർച്ചയും വന്നിട്ടുണ്ട്. മർദ്ദനത്തിൽ ശരീരം തളർന്നുവെങ്കിലും തനിക്കെതിരെ എടുത്ത വ്യാജ കേസിനും ക്രൂരമർദ്ദനത്തിനും പോലീസിനെതിരെ ശക്തമായ നിയമപോരാട്ടമാണ് സുരേന്ദ്രൻ നടത്തിയത്. ഒടുവിൽ സുരേന്ദ്രന്റെ വാദം ശരിവെച്ചതിനെ തുടർന്ന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ബത്തേരി സബ് കോടതി വിധിച്ചു. എന്നാൽ 2020 സർക്കാർ ഈ വിധിക്കെതിരെ വീണ്ടും അപ്പീൽ പോയി. ഈ അപ്പീൽ തള്ളിക്കൊണ്ട് കീഴ്ക്കോടതി വിധിച്ച നഷ്ടപരിഹാര തുക ഇരട്ടിയിലധികം നൽകാനാണ് വയനാട് ജില്ലാ കോടതി ഉത്തരവിട്ടത്. 12.5 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. അതുപോലെ പോലീസിൻ്റെയും ഈ പ്രതികളായ പോലീസുകാരുടെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അപ്പീൽ തള്ളിക്കളഞ്ഞു പരിപൂർണമായിട്ടും. അതാണിപ്പോൾ സംഭവിച്ചത്. അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. 2 പതിറ്റാണ്ടുകളായി നീളുന്ന നിയമപോരാട്ടത്തിന്റെ ബാക്കി പത്രമാണ് സുരേന്ദ്രന് അനുകൂലമായ ഈ വിധി. സർക്കാർ ഇനിയും മേൽക്കോടതിയെ സമീപിച്ചാൽ നിയമപോരാട്ടം നടത്താൻ തന്നെയാണ് സുരേന്ദ്രന്റെ തീരുമാനം. മീഡിയ 1 വയനാട്.